ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നേഴ്സിംഗ് ലൈഫില്, ഹോസ്റ്റൽ ലൈഫിൽ സംഭവിക്കാൻ ചാൻസസ് ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിനെപ്പറ്റിയാണ് എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ പോകുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കാണും. അതുകൊണ്ട് എനിക്ക് പറ്റിയ കുറച്ച് പണികൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫസ്റ്റ് ഹോസ്റ്റലിൽ പോയ സമയത്ത് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, അടിപൊളിയായിരുന്നു, എല്ലാം നൈസായിട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം, നിങ്ങളുടെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവനെ എല്ലാവരും ചവിട്ടും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാര്യം ചവിട്ടുന്നല്ല, നൈസായിട്ട് തള്ളി ചവിട്ടാൻ ശ്രമിക്കും. നിങ്ങളുടെ ക്ലാസ്സിൽ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവരെ എല്ലാവരും തള്ളിപ്പറയാൻ ശ്രമിക്കും. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവനെ അടിച്ചമർത്താൻ ശ്രമിക്കും. നിങ്ങളുടെ ക്ലാസ്സിൽ എന്തെങ്കിലും കഴിവുള്ളവനുണ്ടെങ്കിൽ അവരെ അടിച്ചമർത്താൻ ശ്രമിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്, അറിഞ്ഞു വെച്ചോളൂ. അപ്പൊ നമ്മൾ ബേസിക്കലി ജനങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, കുശുമ്പ് എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും വീട്ടിൽ നിന്ന് ആരും കൊണ്ടുവരില്ല. അല്ലാണ്ട് നമ്മൾ എവിടെ നിന്നും മേടിച്ച് നമ്മുടെ മനസ്സിൽ വെക്കരുത്. അത് നശിച്ചു പോണൊരു സ്വഭാവമാണത്. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായ, ഞാൻ ഭയങ്കര കഴിവുള്ളവനാണ്, ഭയങ്കര മറ്റതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അപ്പൊ എൻ്റെ ലൈഫിൽ എനിക്ക് സംഭവിച്ചൊരു കാര്യമാണ്, സുഹൃത്തുക്കൾ ഒരുപാട് പേര് എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു, തള്ളി പറയാൻ ശ്രമിച്ചു, ഒഴിവാക്കാൻ ശ്രമിച്ചു, മറ്റുള്ളവരുടെ മുമ്പിൽ കള്ളനാക്കാൻ ശ്രമിച്ചു, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇതൊക്കെ എങ്ങനെ അങ്ങനെ സംഭവിച്ചേ? അങ്ങനെ സംഭവിക്കും. നിങ്ങളുടെ ഒരു ഹോസ്റ്റലിലോ നിങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുകൾ എടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, സാധിച്ചെന്നില്ല ഉണ്ടെങ്കിലൊന്നുമല്ല, സാധിക്കണം. നിങ്ങളുടെ നിലപാട്, നിങ്ങളുടെ ഇഷ്ടം, മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടത്തെ മാറ്റി വളച്ചൊടിക്കാൻ പാടില്ല. അപ്പൊ എനിക്കുണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യും, പല രീതിയിലും പല കാര്യങ്ങളും ചെയ്യും. ഞാൻ ഗേൾസൊക്കെ ആയിട്ട് ഒരുപാട് കമ്പനിയായിരുന്നു. ഈ ഗേൾസ് ആയിട്ട് ഒരുപാട് കമ്പനിയാണ് സമയത്ത് അത് ചിലവരുടെ കണ്ണി പിടിക്കില്ല. അങ്ങനെ കണ്ണി പിടിക്കാണ്ട് ഒരുത്തൻ എൻ്റെ കൂടെ ഉള്ള ഒരാൾ തന്നെ, കൂടെ എന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സിൽ തന്നെ ഉള്ള ഒരാൾ എന്നോട് പറഞ്ഞു, നീ മേലാൽ ഇനി ഗേൾസിൻ്റെ അടുത്ത് മിണ്ടരുത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സമയത്ത് ഞാൻ പറഞ്ഞു, അത് പറയാൻ താനാരായി, ഞാൻ ചിലപ്പോൾ ഗേൾസിനോട് മിണ്ടും, ബോയ്സിനോട് മിണ്ടും. അപ്പൊ അതൊന്നും ഒരിക്കലും നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യം നമുക്ക് ചെയ്യാം, അതൊന്നും ആരുടെ ഇതല്ല. അങ്ങനെ ആയിരുന്ന സമയത്ത് അവൻ ആ പക മനസ്സിൽ വെച്ച് ബാക്കിയുള്ളവരെയും എനിക്കെതിരെയാക്കിയിട്ട് എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ആക്രമിച്ച് അവൻ ആക്രമിക്കാൻ ശ്രമിച്ച് ഒരു പരിധിയിൽ വിജയിച്ചു. 50% അവർ വിജയിച്ചു. പക്ഷെ പിന്നെയുള്ള വിജയം മൊത്തം എനിക്കായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ പറയുന്നില്ല, ഇതൊക്കെയാണ് ഇൻസിഡന്റ്. അപ്പൊ അങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരുപാട് പേരെ ഒറ്റപ്പെടുത്തിയ സമയത്ത് ഞാൻ വിചാരിച്ചു, ഒറ്റപ്പെടുത്താൻ എനിക്ക് കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല, എന്നെ ആരും ഒറ്റപ്പെടുത്തിയാലും. കാര്യം എനിക്ക് നേരെ നിൽക്കാൻ അറിയാം, നേരെ ഓടാൻ അറിയാം, നല്ല ആരോഗ്യമുണ്ട്. അപ്പൊ ഞാൻ ശ്രമിച്ചു, ഇനി അങ്ങോട്ട് കൂടെ ഉള്ളവർ മാത്രം മതി. അപ്പൊ അങ്ങനെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഹോസ്റ്റൽ ലൈഫിൽ ഞാൻ അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോയ സമയത്ത് എനിക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അച്ചീവ്മെന്റ്സ്. ഞാൻ സ്വന്തമായിട്ട്, ആരും എൻ്റെ ഒരു കണ്ടന്റിന് അഭിപ്രായം പറയാൻ വന്നിട്ടില്ല, ആരും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് അഭിപ്രായം പറയാൻ വന്നിട്ടില്ല. എനിക്ക് എൻ്റെ വഴി, ഞാൻ അങ്ങനെ ചെയ്ത് എനിക്ക് കുറെ നേടാൻ സാധിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഞാൻ ഈ യൂട്യൂബിന്റെ മുമ്പിൽ നിങ്ങളോട് പറയുന്നത് ആ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ്. ഞാൻ പറഞ്ഞു, സുഹൃത്തുക്കൾ ഒരുപാട് പേരെ എന്നെ ആക്രമിക്കാൻ ശ്രമിക്കും. ഈ ആക്രമിക്കാൻ ശ്രമിക്കുന്നവർ ഒരിക്കലും സുഹൃത്തുക്കളല്ല. അങ്ങനെ ഞാൻ അവരിൽ നിന്ന് എതിരായി എനിക്ക് വേറെ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻസിനൊപ്പം ചേരേണ്ടി വന്നു. അതായത് ഞാൻ വേറെ ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നല്ല, കാര്യം എൻ്റെ ഹോസ്റ്റലിൽ ഫിസിയോതെറാപ്പി, നഴ്സിംഗ്, MSW, BSW, ഭൂമിയുടെ അടിയിൽ ഏതൊക്കെ കോഴ്സ് ഉണ്ട് അതെല്ലാം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് മൊത്തം ഫിസിയോതെറാപ്പിയിൽ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഫ്രണ്ട്സായി. അവര് നല്ല ലവ്ലി ഫ്രണ്ട്സ് ആയിരുന്നു, ഒരുപാട് നല്ല സ്നേഹിതന്മാരും. കാരണം വിട്ടുപിരിയാത്ത ബോണ്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. എനിക്ക് അവിടെ നിന്ന് അത്തരം ഫ്രണ്ട്ഷിപ്പ് കിട്ടി. എന്നെ കൈപിടിച്ച് വേണമെങ്കിൽ ഉയർത്തി, അതായത് ഒറ്റപ്പെടലിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തിയ സുഹൃത്തുക്കള് എനിക്കറിയാം. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എൻ്റെ കൊളാബ് പഠിക്കുന്ന ഒരാള്, അവരൊക്കെ എന്നെ തോമസ് സാബു എന്ന് പറയും. ഇവരൊക്കെ കൂടി അന്ന്, കാരണം എനിക്ക് അവരൊന്നും മറക്കാൻ പറ്റില്ല ഒരിക്കലും. അതാണ് മെയിൻ ഒരിത്. അവരിപ്പോഴും ഫ്രണ്ടാണ്, ഇപ്പോഴും മെസ്സേജ് അയക്കും, ഇപ്പോഴും. അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇന്ന് ഒന്ന് നാളെ പോകണം ഫ്രണ്ട് ആവില്ല. ജീവിതത്തില് കൂടെ എപ്പോഴും ഉണ്ട്. എന്തിന് മെസ്സേജ് അയക്കുക, റിപ്ലൈ, എന്ത് കാര്യത്തിന് ഇടപെടാനും എന്ത് കാര്യം നമുക്ക് പറയാനും പറ്റുന്ന ഒരാളാണ് ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക, അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുക. അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടത്തില്ല കേട്ടോ, കുറെ നാളെടുക്കും. കുറെ ഇൻസിഡന്റിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോഴാണ് അറിയുള്ളൂ ആരൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കും, ആരൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ല. അപ്പൊ നിങ്ങൾ
അങ്ങനെ ശ്രദ്ധിക്കുക. ഹോസ്റ്റൽ ലൈഫിൽ ആദ്യം കാണുന്നവരൊക്കെ ഫ്രണ്ട് അല്ല, നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങൾ നിന്ന് നിങ്ങൾക്ക് കിട്ടും ആരാണ് യഥാർത്ഥ സുഹൃത്തുക്കളെന്ന്. സോ അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ കാണാം. ബൈ.